സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ശാന്തൻപാറയിൽ വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്കലിൽ റേഷൻ കട തകർത്ത ചക്കക്കൊമ്പൻ. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ വൻ സാമ്പത്തിക ക്രമക്കേട്. 32 ലക്ഷം രൂപയുടെ തിരിമറി. ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് MLA റോയ് കെ പൗലോസ്. ഉദ്ഘാടന മാമാങ്കങ്ങളില്ലാതെ ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ശാന്തൻപാറയിൽ വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്കലിൽ റേഷൻ കട തകർത്ത ചക്കക്കൊമ്പൻ. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. തുടർച്ചയായി ഇത് 12ാം തവണയാണ് ഈ റേഷൻ കട കാട്ടാന തകർക്കുന്നത്. നാട്ടുകാർ ജീവൻ പണയം വെച്ച് കഴിയുമ്പോഴും വനം വകുപ്പും RRTയും തികഞ്ഞ അനാസ്ഥ കാട്ടുകയാണെന്ന രൂക്ഷ വിമർശനവുമായി പ്രദേശവാസികൾ. ഇന്ന് വെളുപ്പിന് 5:30 പ്രദേശവാസികളെ നടുക്കിക്കൊണ്ട് ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കടയ്ക്ക് മുന്നിലെത്തിയത്. കടയുടെ വാതിലും ഭിത്തിയും തകർത്ത ആന അകത്തുണ്ടായിരുന്ന അരിയും ആട്ടയും തിന്നാനുള്ള ശ്രമത്തിലായിരുന്നു. വിവരമറിഞ്ഞ പ്രദേശവാസികൾ ഒന്നടങ്കം തടിച്ചുകൂടി ബഹളം വെച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. ഇന്നലെ രാത്രി 9:30 തന്നെ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്നാണ് ആനയെ തുരത്തിയത്. എന്നാൽ അധികം വൈകാതെ പുലർച്ചെയോടെ വീണ്ടും എത്തി ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കടയ്ക്ക് പുറമെ ലയൻസിലെ മണിയുടെ കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇത് ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടി ചക്കക്കൊമ്പൻ ഇവിടെ വന്നായിരുന്നു. അപ്പം തന്നെ RRTക്കാരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടും അവരിവിടെ വന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോയി. ഇന്ന് വെളുപ്പിനെ വീണ്ടും ഒരു 5:30 സമയത്ത് വന്നിട്ടാണ് ചക്കക്കൊമ്പൻ ഈ കട ഇതിൻ്റെ റൂഫൊക്കെ തകർത്ത് റേഷൻ കടയുടെ ഡോറൊക്കെ പൊളിച്ച് അകത്ത് കൈയിട്ട് ആട്ട പാക്കറ്റ് വലിക്കാൻ ശ്രമിച്ച വഴിക്ക് നാട്ടുകാർ ഒച്ചയും മകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആന വിട്ടുപോയി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനം വകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നതാണ് ജനങ്ങളുടെ പ്രധാന ആരോപണം. റേഷൻ കട 12 തവണ തകർത്തിട്ടും ശാശ്വതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അടിയന്തര ഇടപെടൽ വേണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ പൂപ്പാറ. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ വൻ സാമ്പത്തിക ക്രമക്കേട്. 32 ലക്ഷം രൂപയുടെ തിരിമറി കണ്ടെത്തിയതിനെ തുടർന്ന് 2 താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കി. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന BRCയിലാണ് വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയത്. സ്ഥാപനത്തിന്റെ ആഭ്യന്തര ഓഡിറ്റിലാണ് 2 താൽക്കാലിക ജീവനക്കാർ ക്രമക്കേട് നടത്തിയതായി വ്യക്തമായത്. ഇതേ തുടർന്ന് ജീവനക്കാരെ കൊണ്ട് പണം തിരികെ അടപ്പിച്ച ശേഷം പുറത്താക്കുകയായിരുന്നു. അക്കൗണ്ടന്റ്, MIS കോർഡിനേറ്റർ എന്നിവർക്കെതിരെയാണ് നടപടിയുണ്ടായത്. വിവിധ പദ്ധതികൾക്കായി ലഭിച്ച തുക ഇരുവരുടെയും സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് വ്യക്തമായത്. തുടർന്ന് ഇദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. കൂടുതൽ തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം നടക്കുന്നതായാണ് വിവരം. സംഭവം സംബന്ധിച്ച BRC അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പണം തിരികെ അടപ്പിച്ചതിനാൽ കേസ് എടുത്തിട്ടില്ല. താൽക്കാലിക ജീവനക്കാർ ഇത്രയധികം രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടും കണ്ടെത്താൻ വൈകിയത് ബന്ധപ്പെട്ടവരുടെ പിഴവാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ കട്ടപ്പന. ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് MLA റോയ് കെ പൗലോസ്. ഭാവിയിൽ ഗുരുതര അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ശേഷിക്കുന്ന പ്രവർത്തികൾ ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും MLA. ചേലച്ചുവട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച നിലവാരത്തിൽ നടക്കുന്നില്ലെന്ന് റോയ് കെ പൗലോസ് MLA പറഞ്ഞു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 102 കോടി രൂപയുടെ പദ്ധതിയിൽ കയറ്റിറക്കങ്ങളും അപകടകരമായ വളവുകളും പരമാവധി കുറച്ച റോഡിന്റെ ഗ്രേഡിംഗ് നടത്തി നവീകരിക്കുവാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി നിലവിലുള്ള റോഡിന് മുകളിൽ ടാറിംഗ് നടത്തുന്നതിലേക്ക് പദ്ധതി ചുരുങ്ങിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ റോഡ് പൂർത്തിയായാൽ വാഹനങ്ങൾ ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കാനിടയുണ്ടെന്നും ശേഷിക്കുന്ന പ്രവൃത്തികളിലെങ്കിലും പരമാവധി ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. നിലവിൽ എവിടെയെങ്കിലും കയറ്റിറക്കങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. വീതി ഒരിടത്തും കൂട്ടുന്നില്ല.
നിലവിലുള്ള വളവുകളൊന്നും നിവർത്താനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പഴയ റോഡ് ഏത് രീതിയിലാണോ കിടക്കുന്നത് ആ റോഡിൻ്റെ മുകളിൽ കൂടി വീണ്ടും ടാർ ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു പണി മാത്രമാണ് ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ റോഡിൽ നടക്കുന്നത്. അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല സ്വീകരിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാറ്റങ്ങൾ വരുത്താനുള്ള ചില കാര്യങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല എന്നുള്ളവർ പറഞ്ഞെങ്കിൽ പോലും 3-4 പ്രദേശങ്ങളിൽ 3-4 സ്ഥലങ്ങളിൽ കുറച്ച് കയറ്റങ്ങളൊക്കെ കുറയ്ക്കാനും കുഴി ഉള്ള പ്രദേശങ്ങളിൽ അത് ഇട്ട് ഫില്ല് ചെയ്യാനും റോഡ് ലെവലാക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട കിഫ്ബിയുടെ എഞ്ചിനീയർമാർക്കും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം മഴക്കാലത്ത് കഞ്ഞിക്കുഴി ടൗണിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഒഴുകുകയും ചെയ്യുന്നത് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതു സംബന്ധിച്ച പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന വ്യാപാരികളുമായി ചർച്ച നടത്തിയതായും റോഡിന്റെ ഇരുവശങ്ങളിലും ഓടകൾ നിർമ്മിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് MLA സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സന്ദർശനത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസിനൊപ്പം പൊതുപ്രവർത്തകർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ഉദ്ഘാടന മാമാങ്കങ്ങളില്ലാതെ ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആദ്യ സർവീസ് അടിമാലിക്ക്. ഉദ്ഘാടന ചടങ്ങുകളോ ഫ്ളാഗ് ഓഫ് പരിപാടികളോ ഇല്ലാതെ ചെറുതോണിയിലെ പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് അടിമാലിയിലേക്കുള്ള ആദ്യ സർവീസ് യാത്ര തിരിച്ചതോടെയാണ് പ്രവർത്തനത്തിന് ഔദ്യോഗിക തുടക്കമായത്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും വിവിധ കാരണങ്ങളാൽ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ പേരിൽ മന്ത്രി റോഷി അഗസ്റ്റിന് വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണസമിതി അധികാരത്തിലെത്തുകയും തെരഞ്ഞെടുപ്പ് അടുത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ ബസ് ഓപ്പറേഷൻ ആരംഭിക്കുവാൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിൽ കെട്ടിടം കൈമാറാത്തതിനാൽ കഴിയാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് താൽക്കാലികമായി ടിൻഷീറ്റും ആസ്പെറ്റോസ് മേൽക്കൂരയും ഉപയോഗിച്ച ഓപ്പറേറ്റിംഗ് സെന്റർ നിർമ്മിച്ചതിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് വ്യാപക ചർച്ചയ്ക്ക് വിധേയമായി. ഇതിനിടെ ബസ് സ്റ്റാൻഡ് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഒന്നിലധികം ഉദ്ഘാടനങ്ങൾ നടന്നതിനാൽ ഇത്തവണ ആദ്യ സർവീസ് പുറപ്പെട്ടപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ജനപ്രതിനിധികളോ മറ്റു വിശിഷ്ട വ്യക്തികളോ എത്തിയിരുന്നില്ല. ഇതിനിടെ MLA റോയ്ക്ക പോലോസ് അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ തനിക്ക് താല്പര്യമില്ല, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് പ്രധാനം, അതിനായിരിക്കും തന്റെ ശ്രമം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ആദ്യ സർവീസ് ആരംഭിച്ചത്. ഇന്നു മുതൽ ഇവിടെ നമ്മുടെ ഡിപ്പോയുടെ പ്രവർത്തനം, ചെറുതോണി ഡിപ്പോയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ്. MLA വന്നായിരുന്നു, പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികൾ വന്നു. ഇനി അടുത്ത ദിവസം മുതൽ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിലവിൽ 29 ജീവനക്കാരാണ് ഓപ്പറേറ്റിംഗ് സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സെന്ററിന് മുന്നിൽ യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാൻ യാത്രികർക്ക് വിശ്രമിക്കുവാനുള്ള മേൽക്കൂരയോടുകൂടിയ കാത്തിരിപ്പ് ഷെൽട്ടർ നിർമ്മിക്കുകയും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സ്പോൺസർമാരുടെ സഹായത്തോടെ ഒരുക്കുകയും ചെയ്താൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി സേവനം ലഭ്യമാക്കാനാകുമെന്ന് ജീവനക്കാർ അഭിപ്രായപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡും KSCB സബ്സ്റ്റേഷനും ഉടൻ നിർമ്മാണത്തിലേക്ക്. തടസ്സങ്ങൾ നീങ്ങിയെന്നും 15 ദിവസത്തിനകം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുമെന്നും റോയ്ക്ക പൗലോസ് MLA ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡുകളുടെയും KSCB സബ്സ്റ്റേഷന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് റോയ്ക്ക പോലോസ് MLA ചെറുതോണിയിൽ പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തടസ്സങ്ങൾ പരിഹരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2023 ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിന് 16.2 കോടി രൂപയും കോളേജ് ക്യാമ്പസിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് 11 കോടി രൂപയും അനുവദിച്ചെങ്കിലും നിർമ്മാണം നടത്തിയില്ല. ഭരണാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ഫണ്ട് മന്ത്രി ഇടപെട്ട് പുനഃസ്ഥാപിക്കുകയും ASും TSും ലഭ്യമാക്കി 15 ദിവസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്നും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും MLA വ്യക്തമാക്കി. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി അടുത്ത മാസം 18-ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ ഇടുക്കിയിലെത്തുമെന്നും MLA പറഞ്ഞു. നിർമ്മാണ ഏജൻസിയായ കിഡ്കോയുടെ MDയുമായി ചർച്ച നടത്തി നിലവിലുള്ള നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പുതിയ നിർമ്മാണങ്ങളുടെ പണി ഉടൻ ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 വർഷമായി 2023 ഭരണാനുമതിയും സാങ്കേതികാനുമതിയും കിട്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തനം തുടങ്ങാൻ പറ്റാത്ത പല പദ്ധതികളോടെ കിടക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് 16.2 കോടിക്ക്
2023 ഭരണാനുമതിയും സാങ്കേതികാനുമതിയും കൊടുത്തതാണ്. ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റോഡുകളുടെയും നവീകരണങ്ങൾ, പ്രൊട്ടക്ഷൻ വർക്ക് ഉൾപ്പെടെ, ചിപ്പിംഗ് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി 16.2 കോടി രൂപ 2023 ASും TSും കൊടുത്താണ്. 26 തുടങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓരോരോ വിഷയങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. അത് സംബന്ധിച്ചുള്ള എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പുതിയ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും കുറവുള്ള ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ഉടൻ നിയമിക്കുമെന്നും നിയമനം ലഭിച്ചവരെ 3 വർഷത്തിനുള്ളിൽ മാറ്റുകില്ലെന്നും MLA പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്കുള്ള പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് എടുക്കാൻ നിർദ്ദേശിച്ചതായും ഓക്സിജൻ പ്ലാന്റിലേക്കുള്ള വഴിയും കെട്ടിടത്തിന് പിന്നിലെ മണ്ണ് മാറ്റുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്നും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് കളക്ടറുടെ ചേംബറിൽ പ്രത്യേക യോഗം ചേരുമെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് നഴ്സിംഗ് കോളേജിന് അനുവദിച്ച 9 കോടി രൂപയും ചെറുതോണി ടൗൺ വികസനത്തിന് അനുവദിച്ച 5 കോടി ഉൾപ്പെടെ 18 പദ്ധതികൾക്ക് 35 കോടി രൂപ നഷ്ടപ്പെട്ടതായും MLA വ്യക്തമാക്കി. AP ഉസ്മാൻ, അനിൽ ആനിക്കാട്ട്, MK പുരുഷോത്തമൻ, ജോയി കൊച്ചുകരോട്ട്, അഡ്വക്കേറ്റ് അനീഷ് ജോർജ് എന്നിവരും MLAയോടൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തി. സിറ്റി വിഷൻ ഇടുക്കി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചുകുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കനകക്കുന്ന് 22-ാം നമ്പർ കനകക്കുന്ന് അംഗൻവാടി ഇനി പ്രവർത്തിക്കും. പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ നിർവഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 22-ാം നമ്പർ കനകക്കുന്ന് അംഗൻവാടി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ നിർവഹിച്ചു. കുട്ടികളുടെ സുരക്ഷിതമായ വളർച്ചയും മികച്ച പ്രീ സ്കൂൾ പഠനാന്തരീക്ഷവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 22-ാം നമ്പർ കനകക്കുന്ന് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അവരുടെ വളർച്ചയും തളർച്ചയും തൊട്ടറിയുന്നത് ഈ അംഗൻവാടികളിൽ നിന്നാണ്. അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ഇടപെട്ടാണ്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും അത്രയും ആ കുട്ടികളെ കെയർ ചെയ്യാൻ കഴിയുന്നില്ല. കൂടുതൽ സമയം ഈ അംഗൻവാടിയിൽ ചെന്നിരിക്കുമ്പോൾ ഞാൻ അംഗൻവാടി കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, എന്റെ കാര്യം തീർന്നു എന്ന് പറഞ്ഞു പോകാതെ അങ്ങനെയുള്ള ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട അംഗൻവാടിയിലെ അധ്യാപകരും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീജ സനിൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിത് ടി കെ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിപിൻ സി അഗസ്റ്റിൻ, CP രാജാറാം എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു ജോസഫ്, CR രാജു, ആശ അജിമോൻ, ജോഷി കന്യാക്കുഴി, സുധീർ കോട്ടക്കുടി, ബിന്ദു ജീവൻകുമാർ, സാജു എബ്രഹാം, ഗീതാ പ്രസാദ് എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം അവസാനിച്ചെങ്കിലും ഫുട്ബോളിന്റെ ആവേശവും ആരവവും നെഞ്ചിലേറ്റി കുരുന്നുകൾ. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി ഗോൾ ഗാലക്സി എന്ന പേരിൽ ഫോട്ടോ പ്രദർശനവും ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ലിബിൻ വട്ടോത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് മോചനം ലഭിക്കാനാണ് ഇത്തരം പ്രദർശനങ്ങളും കായിക വിനോദങ്ങളും നടത്തുന്നതെന്നും അന്യം നിന്നു പോകുന്ന കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ലിബിൻ വട്ടോത്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അതുപോലെയുള്ള പല മത്സരങ്ങളുടെയും കളികളിലേക്ക് പ്രാധാന്യം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ സൈബറായിട്ടുള്ള അല്ലെങ്കിൽ ഫോൺ സ്ക്രീൻ അഡിക്ഷനൊക്കെ മാറ്റിക്കൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ കളികൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിന്ന് ഇവിടെ നമ്മുടെ ഫുട്ബോളിനെ പറ്റിയുള്ള ഒരു മത്സരത്തെ പറ്റി ഫുട്ബോൾ മത്സരവും അതുപോലെ തന്നെ ഫുട്ബോൾ എക്സിബിഷനും ഒക്കെ നമ്മൾ നടത്തുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂൾ പ്രധാനാധ്യാപിക ഹെമിംഗ് ടോം അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ടോമി ജോസഫ്, വൈസ് പ്രസിഡന്റ് ഷിജോ ഫിലിപ്പ്, അധ്യാപക പ്രതിനിധി ജോണി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ലോകകപ്പിന്റെ ആഘോഷങ്ങളും ഓർമ്മകളും നിമിഷങ്ങളും പത്രത്താളുകളിൽ നിന്നും ചിത്രങ്ങളിലൂടെയും കുട്ടികൾ പ്രദർശിപ്പിച്ചത് ഏറെ ആകർഷകമായി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ദിവസങ്ങളായുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് വിവിധ രാജ്യങ്ങളിലെ കളിക്കാരുടെയും മത്സരങ്ങളുടെയും പത്ര കട്ടിങ്ങുകളും ചിത്രങ്ങളും ഏറെ ആകർഷകമായി പ്രദർശിപ്പിക്കാനായത്. കായിക വിനോദങ്ങളുടെ പ്രാധാന്യവും വിദ്യാർത്ഥികളിൽ എത്തിച്ച കളിക്കളങ്ങൾ ലഹരിയാവട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് ഗോൾ ഗാലക്സി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പ്രദർശനത്തിന് ശേഷം UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി 4 ടീമുകളായി തിരിച്ച് ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്ക് ട്രോഫിയും ഫുട്ബോളും സമ്മാനമായും നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. വാട്ടർ പ്യൂരിഫയർ നൽകി ഫെഡറൽ ബാങ്ക്. ഹൈറേഞ്ചിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന് ഫെഡറൽ ബാങ്ക് ശാഖയാണ് വാട്ടർ പ്യൂരിഫയർ നൽകിയത്. ഇടവക അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ലിബിൻ വട്ടോത്ത് ശാഖാ മാനേജർ നിതിൻ ജോയിൽ നിന്നും ഏറ്റുവാങ്ങി. ഭക്തജനങ്ങൾക്കും സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുടിവെള്ളത്തിനായി ശുദ്ധീകരണ യന്ത്രം നൽകിയത് ഏറെ പ്രയോജനകരമാണെന്ന് ഇടവക റവറന്റ് ഫാദർ ലിബിൻ വട്ടോത്ത് പറഞ്ഞു. ആന്റണി പാറയിൽ, ജോളി, ജേക്കബ് പുതുപ്പറമ്പിൽ, നോബിഷ്, ടോമി ജോസഫ്, സോജൻ ജോസഫ്, മനു ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരു ജലത്തിൻ്റെ ഒരു ലഭ്യതക്കുറവ് പലപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൂളർ പലപ്പോഴും ഒരു ഉപയോഗശൂന്യമായി പോയ ഒരു നിലയിലായിരുന്നു. അപ്പം നമുക്ക് വേണ്ടി ഒരു നല്ല ഒരു ജലസ്രോതസ്സിലൂടെ നമുക്ക് നമ്മുടെ ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മിഷൻ സ്പോൺസർ ചെയ്ത ഫെഡറൽ ബാങ്കിനോടുള്ള പ്രത്യേകിച്ച് ദിൽസാറിനോടുള്ള നന്ദിയും സ്നേഹവും ഇടകുടുംബത്തിൻ്റെ പേരുള്ള ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കും. BMS പതാക ദിനം ആചരിച്ചു. ജൂലൈ 23 BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. പീരിമേട് മേഖലാ സെക്രട്ടറി TK ശിവദാസൻ പതാക ഉയർത്തി. മേഖലാ പ്രസിഡന്റ് MS ബിജു, BMS ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവ വിവേകാനന്ദൻ, സെക്രട്ടറി MA അനിൽ, ജോയിന്റ് സെക്രട്ടറി VC സജി തുടങ്ങിയവർ പങ്കെടുത്തു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജൂലൈ 1 മുതൽ 30 വരെ നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് പതാക ദിനം ആചരിച്ചത്. സേവാനിധി ശേഖരണം, കുടുംബ സംഗമങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ
95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ശാന്തൻപാറയിൽ വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്കലിൽ റേഷൻ കട തകർത്ത ചക്കക്കൊമ്പൻ. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ വൻ സാമ്പത്തിക ക്രമക്കേട്. 32 ലക്ഷം രൂപയുടെ തിരിമറി. ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകളുണ്ട് എന്ന് MLA റോയ് കെ പൗലോസ്. ഉദ്ഘാടന മാമാങ്കങ്ങളില്ലാതെ ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.